മംഗലം ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ. നേടൂ ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന 1000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ. മംഗലം ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. തിരൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് തിരൂർ ഡിവൈഎസ്പി KM ബിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മംഗലം ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MA കബീർ മുഖ്യാതിഥിയായി. തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് VK റഷീദ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി AP ഷെഫീഖ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി, വൈസ് പ്രസിഡന്റ് റഷീദ് തലക്കൊടുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സത്യത്തിൽ സമ്മാനം കിട്ടുന്നതും കൊടുക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ്. മതങ്ങളിലും ദർശനങ്ങളിലും മറ്റുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലും. ഈ അടുത്ത് അമേരിക്കയിൽ ഒരു പുസ്തകമിറങ്ങി. ലോകത്തിൽ തന്നെ ഏറ്റവും വായനാമൂല്യമുള്ള, വായനയുടെ കണക്കുകൾ കൂട്ടലുകൾ തന്നെ തെറ്റിച്ച ഏറ്റവും വലിയ ഒരു പുസ്തകം, ബെസ്റ്റ് സെല്ലർ എന്ന രീതിയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. പുസ്തകത്തിൻ്റെ പേര് ദ കപ്പ് ഓഫ് കംഫർട്ട് എന്നാണ്. ആ പുസ്തകത്തിലെ പരാമർശ വിഷയം എന്നത് അനാഥയായ ഒരമ്മയ്ക്ക്, തെരുവിൽ കഴിയുന്ന ആരാരും സംരക്ഷിക്കാനില്ലാത്ത ഒരമ്മയ്ക്ക് അവിടുത്തെ ഏതാനും കൊച്ചു കുട്ടികൾ നൽകുന്ന സമ്മാനവുമായി ബന്ധപ്പെട്ട ആണ് അതിൻ്റെ കഥ വികസിക്കുന്നത്. അതിൽ പറയുന്നത് സമ്മാനം കൊടുക്കാനുണ്ടാവുന്നതും സമ്മാനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതും രണ്ടും ഒരുപോലെ പുണ്യമാണ്. അങ്ങനെ സമ്മാനം നൽകാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. സമ്മാനം സ്വീകരിക്കാൻ സാധിക്കുക എന്നൊരു സൗഭാഗ്യം ഉണ്ടാകുന്നതും അതും എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഇതിന് രണ്ടും ദൈവത്തിൻ്റെതായ കയ്യൊപ്പും ദൈവത്തിൻ്റെ അനുഗ്രഹവും സിദ്ധിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ സമ്മാനം നൽകാൻ സൗഭാഗ്യം സിദ്ധിച്ച കബീർക്ക എന്നും നമ്മെ അതിശയിപ്പിക്കുകയും നമുക്കൊക്കെ ഒരു മാതൃകയുമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഏതാനും കാര്യങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പോകാനുള്ളൊരു ചടങ്ങിനെ കുറിച്ച് പറയുകയുണ്ടായി. നാളെ അദ്ദേഹം ഗൾഫിൽ പോകണം. നാളെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ളൊരു ചടങ്ങ് എന്നത് ആരാരും സംരക്ഷിക്കാനില്ലാത്ത വൃദ്ധരായ അമ്മമാരെ സംരക്ഷിക്കുന്ന വൃദ്ധസദനത്തിൻ്റെ മായി ബന്ധപ്പെട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഒരു വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ചാരിറ്റി പ്രവർത്തനം നടത്താൻ സാധിക്കുക എന്നത് ദൈവം തിരഞ്ഞെടുത്ത പുണ്യവാന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് പ്രത്യേകമായി ഒരു തിരഞ്ഞെടുപ്പ് തന്നെ വേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്ന അത്ഭുത സിദ്ധിയാണ് ചാരിറ്റിക്ക് ഉള്ള ഒരു കഴിവും അതിനുള്ള ഒരു സൗകര്യവും ഒരു സന്മനസ്സും സാധ്യമാവുക എന്നത്. അങ്ങനെ ഒരു സന്മനസ്സ് സാധ്യമായ അപൂർവ വ്യക്തിത്വത്തിൽപ്പെട്ട ഒരാളാണ് കബീർക്ക. ആ നിലക്ക് അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇത് റമദാൻ മാസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ മാസമാണ് ഈ റമദാൻ എന്നത്. റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത്, ശോഭനമാക്കുന്നത്, സ്ഫുടം ചെയ്തെടുക്കുന്നത് എന്നൊക്കെയാണ്. നമ്മുടെ തിന്മകളെ 11 മാസങ്ങളിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന, അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയുമൊക്കെ നമ്മൾ ഭാഗവാക്കാവുകയും നമ്മൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്ന തിന്മയുടെ കൂമ്പാരങ്ങളെ എത്രയും ഒരു മാസത്തെ പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് കരിച്ചു കളയുന്ന, അത്ഭുതം സംഭവിക്കുന്ന അതിമഹത്തായ ഒരു മാസമാണ് റമദാൻ എന്നത്. ഈ റമദാൻ്റെ പുണ്യമായി പറയപ്പെട്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വതക്കയാണ്, അഥവാ ദാനം ചെയ്യുക എന്നതാണ്. അല്ലാതെ കുറേ ആരാധന കർമ്മം നിർവഹിക്കുക എന്നതോ ഒറ്റയ്ക്ക് പള്ളിയിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് പുണ്യം വാരിക്കൂട്ടുക എന്നുള്ളതോ അല്ല. മറിച്ച് ധർമ്മം ചെയ്യുക, കഴിവിനനുസരിച്ച് തൻ്റെ കയ്യിൽ എന്തുണ്ട് ആ ഉള്ളതിനനുസരിച്ച് ദാനം ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയോട് ഈ
റമദാൻ എന്ന ഈ മാസം കൽപ്പിക്കുന്നത്. ആ നിലക്ക് കൂടി കബീർക്ക ചെയ്ത പുണ്യത്തെ സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട്, ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടി ആശംസിച്ചുകൊണ്ട്, നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ DYSP സാറിന് നമുക്ക് തിരൂർ പ്രസ് ക്ലബിന് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. അദ്ദേഹം തിരൂരിൽ മുമ്പ് ജോലി ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ അന്ന് ഇല്ലാത്ത കുറേ പത്രക്കാരൊക്കെ കൂടെ ഉണ്ട്. അവരൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ ആതിഥേയത്വത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് DYSP സാറിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും തിരൂർ പ്രസ് ക്ലബിൻ്റെയും തിരൂരിലെ മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പങ്കെടുത്തവരെയും പങ്കെടുത്ത അതിഥികളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ KM ബിജു സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പുണ്യ റംസാൻ മാസത്തിൽ ദാനം ചെയ്യുക എന്നുള്ളത് തികച്ചും പുണ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു എന്താണെന്നുള്ളതല്ല, അത് സന്തോഷത്തോടു കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ചെയ്യുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കബീറിനോട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും റംസാൻ പെരുന്നാൾ കിറ്റ് പ്രസ് ക്ലബിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സത്യം പറഞ്ഞാൽ ഏതൊരു ആഘോഷവും പ്രത്യേകിച്ച് കേരളീയർക്ക് അത് ഏത് മതത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ അടങ്ങിയതാണ് എന്നുള്ളതല്ല, മറിച്ച് താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുമ്പോഴാണ് തനിക്കും ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആഘോഷം പൂർണ്ണമാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേവലം നമുക്കെല്ലാം അറിയാം, ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ കൊടുക്കുന്ന കിറ്റ് കൊണ്ട് ഒരു വർഷമൊന്നും ആർക്കൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. മറിച്ച് ഈ പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ അല്ലെങ്കിൽ ഏതൊരു മാസത്തിലാണെങ്കിൽ പോലും നമ്മുടെ ആ ആരാധനയോടുള്ള ആ കൂറ് മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. മറ്റൊരു അർത്ഥത്തിൽ ഒരു ധർമ്മമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതായിട്ടോ അതിനെ നിങ്ങൾ എടുക്കരുത്. ഞാൻ ഈ റംസാൻ അല്ലെങ്കിൽ ഈദ് ആഘോഷത്തിൽ അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ഓണങ്ങൾക്കെല്ലാം ഞാനും ആഘോഷിക്കുന്നു, ഞാനും സന്തോഷിക്കുന്നു. അതോടൊപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായ നിങ്ങളെ കൂടി അതിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു വർഷത്തെ പഠനത്തിലൂടെ മികച്ച ജോലിയും വരുമാനവും നേടാം. കഴിഞ്ഞ 9 വർഷമായി ഏവിയേഷൻ, മോണ്ടിസോറി, TTC കോഴ്സുകളിലൂടെ 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാഡമിയിൽ പഠിക്കാം. ഹെഡ് ഓഫീസ് തിരൂർ, ബ്രാഞ്ചുകൾ വളാഞ്ചേരി, ചെമ്മാട്. 2023-24 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 8075764120 7902638001. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ, പൊന്നാനി. മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.